ആമ്രബോർഖ അർത്ഥത്തിൽ മൂന്നാമത്തെ പാർട്ടാണ് തും മേരെ കോൻ ഹോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആമ്രബോർഖ ഗീത്ത്, ആമ്രബോർഖ അർത്ഥ്, ഇത് രണ്ടെണ്ണമാണ് പഠിച്ചത്. ഇനി അതിൽ തന്നെ തേർഡ് സെഷനാണ് തും മേരെ കോൻ ഹോ. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇതാര് ആരോട് ചോദിക്കുന്നതാണെന്ന്. നമ്മുടെ രാധ തന്നെയാണ്. രാധ കണ്ണൻ ആരാണെന്ന് തേടുകയാണ്. തും മേരെ കോൻ ഹോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ രണ്ടിലും നമ്മൾ കണ്ടത് കണ്ണൻ ചാർത്തിക്കൊടുത്ത, അവളുടെ നെറുകയിൽ ചാർത്തിക്കൊടുത്ത ആ മാമ്പൂക്കളുടെ അർത്ഥമാണ് അവൾ അന്വേഷിച്ച് നടന്നതെങ്കിൽ ഇപ്പോൾ അന്വേഷിക്കുന്നത് നീ എൻ്റെ ആരാണ് കണ്ണ എന്നാണ്. തും മേരെ കോൻ ഹോ കനു, നീ എൻ്റെ ആരാണ് കണ്ണ എന്നാണ് രാധ ഇവിടെ അന്വേഷിക്കുന്നത്. അപ്പോൾ അവൾ തന്നെ പല പല ഡെഫിനിഷൻ കണ്ണന് കൊടുക്കുകയാണ്, പല പല പേരുകൾ കൊടുക്കുകയാണ്. എൻ്റെ ആരായി വരും കണ്ണൻ എന്നൊക്കെ ചിന്തിക്കുന്ന ഭാഗമാണിത്. കോൻ ഹോ കനു, मैं तो आज तक नहीं जान पाई तुम मेरे कौन हो. बार बार मुझसे मेरे मन ने आग्रह से, विस्मय से, तन्मयता से पूछा है, यह कनु तेरा है कौन, पूछ तो. बार बार मुझसे मेरी सखियों ने व्यंग्य से, कटाक्ष से, कुटिल संकेत से पूछा है, कनु तेरा कौन है री, बोलती क्यों नहीं. बार बार मुझसे गुरुजनों ने कठोरता से, अप्रसन्नता से, रोष से पूछा है, यह कान आखिर तेरा है कौन. मैं तो आज तक कुछ नहीं बता पाई तुम मेरे सचमुच कौन हो कनु. ഇപ്പോൾ രാധ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് അല്ലേ, ആൾക്കാരെ ഒന്നും വകവയ്ക്കാതെ കണ്ണാ മേരാ പ്യാർ ലേലോ എന്ന് പറഞ്ഞിട്ട് അലഞ്ഞു തിരിയുന്ന രാധയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പയ്യൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ, അവിടെ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവള് ഇതെന്താണ് കാട്ടുന്നത്, ആ പയ്യൻ്റെ പിന്നാലെ ഇങ്ങനെ നടപ്പാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അവളുടെ കൂട്ടുകാർ ചോദിക്കുകയാണ്, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നു. അവളുടെ കൂട്ടുകാരികൾ ചോദിക്കുന്നു, അവളുടെ ഗുരുക്കന്മാർ ചോദിക്കുന്നു നിങ്ങളുടെ റിലേഷൻ എന്താണെന്ന്. അപ്പോൾ തും ഹോ കോൻ ഹോ കനു, നീ എൻ്റെ ആരാണ് കണ്ണ. മേ തോ ആജ് തക് നഹീ ജാൻ പായി, എനിക്ക് ഇന്നേ വരെ അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മേ തോ ആജ് തക് നഹീം ജാൻ പായി, എനിക്ക് ഇന്നേ വരെ അത് അറിയാൻ സാധിച്ചിട്ടില്ല. നീ എൻ്റെ ആരാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ബാർ ബാർ മുജ്സെ മേരെ മൻ ने आग्रह से, विस्मय से, तन्मय से पूछा है, यह कनु तेरा है कौन, पूछ तो. എൻ്റെ മനസ്സ് ബാർ ബാർ മുജ്സെ പൂച്ചാ ഹെ, എൻ്റെ മനസ്സ് പലതവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാധയോട് ഈ കണ്ണൻ ആരാണെന്ന് ആദ്യമായി ചോദിച്ചത് രാധയുടെ മനസ്സ് തന്നെയാണ്. രാധയുടെ മനസ്സ് തന്നെ രാധയോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. मेरे मन ने मुझसे पूछा है, कई बार पूछा है कि हे कनु सूच तो. സൂചന മാനെ ബൂച്ചന, ബൂച്ചന എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരൂ എന്നാണ്, സംജാതോ എന്നാണ്, മനസ്സിലാക്കി തരൂ. मेरे मन ने बहुत ही आग्रह से, विस्मय से, तन्मयता से मुझे पूछा है. ആഗ്രഹ സേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റിയോടെ, അറിയാനുള്ള ആഗ്രഹത്തോടെ, വിസ്മയത്തോടെ, വിസ്മയഭാവത്തിൽ അല്ലേ, ആ ഒരു അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. തന്മയതാസെ, തന്മയത മീൻസ് സഹജതയാണ്, സഹജത. അപ്പോൾ അറിയാനുള്ള അദമ്യമായ ആഗ്രഹമാണിത് അല്ലേ, വളരെ നാച്ചുറലായിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം, എൻ്റെ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായ ചോദ്യമാണിത്. അപ്പോൾ മേരാ മൻ ഹി മുझसे കൈ ബാർ ऐसा मुझसे पूछा है कि ए राधे ये कनु तुम्हारा है कौन, ഈ കണ്ണൻ നിൻ്റെ ആരാണ് രാധേ എന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു. പൂച്ചതോ, മുझे बता दो, മുझे समझा दो, എനിക്ക് പറഞ്ഞു തരൂ എന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരം ഉണ്ടായിട്ടില്ല. ഇനി ചോദിച്ച അടുത്ത ആളെന്ന് പറയുന്ന ആരാണ്, മെരി സഖിയോനെ, എൻ്റെ കൂട്ടുകാരികൾ. നമ്മുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായാൽ ആദ്യം മനസ്സിലാക്കുന്നത്. അടുത്ത് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട കൂട്ടുകാരിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ മെരി സഖിയോനെ മുझसे കൈ ബാർ പൂച്ചാ ഹെ, എൻ്റെ കൂട്ടുകാരികൾ എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. ബാർ ബാർ മുझसे वे लोग पूछते रहे, എന്നോട് അവർ പലതവണ ചോദിച്ചു. എന്താണ് ചോദിച്ചത്, വ്യംഗ്യസേ, വ്യംഗ്യസേ എന്ന് പറഞ്ഞ ഒരിത്തിരി പരിഹാസത്തോടെ, അതാരാ നിൻ്റെ എന്ന് ഒരു വ്യംഗ്യഭാവത്തിൽ ചോദിക്കാറുണ്ട്. കടാക്ഷസേ, കുടില സങ്കേതസേ, കടാക്ഷസേ, കടാക്ഷ എന്ന് പറഞ്ഞാൽ ആംഗോമേ ആംഗ് മിലാക്കർ എന്നാണ്. കടാക്ഷ നോട്ടം കൊണ്ട്, അതായത് നമുക്ക് പല ചോദ്യങ്ങളും ഒരാളോട് ചോദിക്കാൻ നമ്മുടെ ശബ്ദം വേണം എന്നില്ല, വാക്കുകൾ വേണം എന്നില്ല, നമ്മുടെ കണ്ണിൽ വരും ചില സമയത്ത് ചില ചോദ്യങ്ങൾ.
അവരെ ഒന്ന് ഇരുത്തി നോക്കിയാൽ മതി, അവരുടെ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിന്നെ എനിക്ക് ഇത്ര ഡൗട്ട് ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കൺവേ ചെയ്യാൻ പറ്റും. നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻ എന്ന് നമ്മുടെ കണ്ണുകൊണ്ടും ചോദിക്കാൻ പറ്റും. അത് കഴിയുന്നത് എപ്പോഴും കൂട്ടുകാരികൾക്കാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, കടാക്ഷസേ, അവരുടെ നോട്ടത്തിലൂടെ എന്നോട് ചോദിച്ചു. അവരുടെ നോട്ടത്തിലുണ്ടായിരുന്നു ആ ചോദ്യം, ഈ കണ്ണൻ നിൻ്റെ ആരാണെന്ന്. അതുപോലെ കുടില സങ്കേതസേ, കുടില സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢ അർത്ഥത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഗൂഢമായി ചോദിച്ചിട്ടുണ്ട്, കുടിലമായിട്ട്, ഗൂഢ രഹസ്യമായിട്ട്. അതാണ് കുടിലത എന്ന് പറയുന്നത്. ഗുപ്തദാസേ എന്ന് പറഞ്ഞാൽ അർത്ഥം വെച്ചൊക്കെ ചോദിക്കാമല്ലോ, ഡയറക്റ്റ് ചോദിക്കാതെ അർത്ഥം വെച്ചൊക്കെ ചോദിക്കാറുണ്ട്. സങ്കേതസേ, പല ആംഗ്യങ്ങളിലൂടെ അവരുടെ ചേഷ്ടകളിലൂടെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. മുച്ചേ കൈ ബാർ പൂച്ച, എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. കനു തേരാ കോൻ ഹെരി, ഈ കണ്ണൻ നിൻ്റെ ആരാ എന്നെന്നോട് പലതവണ അവർ ചോദിച്ചിട്ടുണ്ട്. ബോൽത്തി ക്യോ നഹി, നീ എന്താ പറയാത്തെ എന്നെന്നോട് എൻ്റെ കൂട്ടുകാരികൾ തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്. കനു തേരാ കോൻ ഹെരി ബോൽത്തി ക്യോ നഹി, ഈ കണ്ണൻ നിൻ്റെ ആരാ, എന്താ നീ പറയാത്തെ എന്ന് എൻ്റെ കൂട്ടുകാരികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? കവി വ്യംഗ്യസേ പൂച്ചാ ഹെ, ചിലപ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ട്, ചിലപ്പോൾ കടാക്ഷസേ, ചിലപ്പോൾ ഒന്നും ചോദിക്കാതെ എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ കൊണ്ട് എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുടിൽ സങ്കേതസേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂചനകളിലൂടെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു രഹസ്യഭാവത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കനു തേരാ ഹേ കോൻ, ഈ കണ്ണൻ നിൻ്റെ ആരാണ്. ബോൽത്തി ക്യോ നഹി രീ, എന്താടി നീ പറയാത്തെ. അതാണ് രീ എന്ന് പറയുന്നത് അല്ലേ. അരേ, അരി, രീ എന്നൊക്കെ പറയുന്നത് എടാ, എടി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ലാംഗ്വേജാണ്. അത് സുഹൃത്തുക്കളാണല്ലോ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് അവരും പലതവണ ചോദിച്ചിട്ടുണ്ട്, രീ ഏ കാൻ ഹെ തുമാര കോൻ ഹെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബാർ ബാർ മുജ്സെ മേരെ ഗുരുജനോനെ പൂച്ച ഹെ. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. പക്ഷേ ചില ഗുരുക്കന്മാർ, കുട്ടികളെ വാച്ച് ചെയ്യുന്ന ഗുരുക്കന്മാരുണ്ട്, അവർ എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ സ്വീറ്റ്നെസ് ഒന്നും കാണത്തില്ല. അവർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ്, കഠോർ ദാസെ പൂച്ചത്തെ ഹെ, അപ്രസന്ന ദാസെ പൂച്ചത്തെ ഹെ, രോഷസെ പൂച്ചത്തെ ഹെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉസ്മേം ഉസ്കി ഭാഷ കഠോർ ഹോ ജാത്തി ഹെ. അധ്യാപകർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ലാംഗ്വേജ് കഠോർ ഹോ ജാത്തെ ഹെ. ചിലപ്പോൾ അപ്രസന്നത, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകനാണെങ്കിൽ ചോദിക്കുന്ന ആളുടെ വാക്കുകളിൽ ദേഷ്യവും രോഷവും ഒക്കെ വരും. അപ്പോൾ രാധയോട് ചോദിച്ചതും അങ്ങനെ തന്നെയാണ്. കഠോരദാസേ ഓർ അപ്രസന്നദാസേ രോഷസേ, രോഷം ദേഷ്യമാണ്, ദേഷ്യഭാവത്തിലോ, അല്ലെങ്കിൽ അപ്രസന്നദാസേ ഒരു നീരസഭാവത്തിൽ, ഇഷ്ടമില്ലായ്മയോടുകൂടി, അല്ലെങ്കിൽ കഠോരദാസേ, അല്ലെങ്കിൽ കുറച്ച് എന്താണ് കഠോര ഹോക്കർ, എന്താണ് കടുത്ത ഭാഷയിൽ ഒക്കെയാണ് അധ്യാപകർ അവളോട് ചോദിച്ചിട്ടുള്ളത്. ഗുരുജനോനെ ഭി മുझसे पूछा है, वे कभी कठोर होकर, कभी अप्रसन्न होकर, कभी रोष से मुझसे पूछा है कि ये कृष्ण तुम्हारा कौन है, നിൻ്റെ ഈ കണ്ണൻ ആരാണ് നിൻ്റെ എന്നോട് എൻ്റെ ഗുരുക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. യഹ് കാൻ ആഖിർ തേരാ ഹേ കോൻ, അധ്യാപകർ ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, എന്താണ്, യഹ് കാൻ ആഖിർ തേരാ ഹേ കോൻ, ഈ കൃഷ്ണൻ നിൻ്റെ ആരാണ് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ച രീതി എങ്ങനെയാണ്, കഠോര് അപ്രസന്ന और रोष भाव के साथ अध्यापकों ने भी मुझसे पूछा है कि ये कान है आखिर तुम्हारा है कौन, ये कृष्ण तुम्हारा कौन है എന്ന് എൻ്റെ അധ്യാപകർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സാദ്യം ചോദിച്ചു, എൻ്റെ കൂട്ടുകാരികൾ ചോദിച്ചു, मेरे गुरुजनों ने भी पूछा है, അധ്യാപകരും ചോദിച്ചിട്ടുണ്ട്. मैं तो आज तक कुछ नहीं बता पाई, तुम मेरे सचमुच कौन हो कनु, लेकिन मैं कुछ भी नहीं बता पाई. പക്ഷെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല നീ ആരാണെന്ന്. എൻ്റെ അധ്യാപകരോടോ എൻ്റെ കൂട്ടുകാരികളോടോ എൻ്റെ മനസ്സിനോടോ പോലും എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് തന്നെ അത് അറിയില്ല. ഞാൻ നിന്നോട് തന്നെ ചോദിക്കുകയാണ് കൃഷ്ണ, തും മേരെ സച്മുച്ച് കോൻ ഹോ, സച്മുച്ച് യഥാർത്ഥമേ, ഇൻഫാക്റ്റ് അല്ലേ, വാസ്തവത്തിൽ നീ എൻ്റെ ആരാണ് കണ്ണ എന്ന് ഞാൻ നിന്നോട് തന്നെ ചോദിക്കുകയാണ്. കണ്ണനോട് തന്നെ രാധ ചോദിക്കുന്നു, കിത്തും മേരെ കോൻ ഹോ കനു, കനു നീ എൻ്റെ ആരാണ്. അക്സർ जब तुमने माला गूंथने के लिए कंटीले झाड़ों में चढ़ चढ़कर मेरे लिए श्वेत रत्नारे करौंदे तोड़कर मेरे आंचल में डाल दिए हैं, तो मैंने अत्यंत सहज प्रीति से गर्दन झटकाकर वेणी झुलाते हुए कहा है, कनु ही मेरा एकमात्र अंतरंग सखा है. അപ്പോൾ രാധ തന്നെ ഇനി കണ്ണനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. രാധയ്ക്ക് തൻ്റേതായ രീതിയിൽ കണ്ണന് ഡെഫിനിഷൻ കൊടുക്കാൻ അവൾ ശ്രമിക്കുകയാണ്. കണ്ണൻ എൻ്റെ ആരായിട്ട് വരും എന്ന് രാധ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓരോരോ സന്ദർഭങ്ങളായിട്ട് അവൾ ഓർത്തെടുക്കുന്നു. കണ്ണനുമായിട്ട് സ്പെൻഡ് ചെയ്ത പല പല സന്ദർഭങ്ങളെ ഓർത്തെടുത്തിട്ട് അപ്പോൾ എനിക്ക് കണ്ണൻ ഇതാണ് എന്നിങ്ങനെ ഓരോന്നോരോന്ന് പറയുന്ന ഭാഗമാണ് ഇനിയുള്ളത്. അക്സർ ജബ് തുമ്നെ മാല ഗൂന്ധനെ കെ ലിയേ മേരെ ലിയേ കരൗന്ദേ തോടുകർ മേരെ ആഞ്ചൽ മേ ഡാൽ ദിയേ ഹെ. അപ്പോൾ
ഞാൻ മാല കിട്ടുന്ന സമയത്തൊക്കെ जब मैं माला बनाती हूँ माला गूंथती हूँ तो मुझे माला बनाने के लिए तू क्या करता है तो കണ്ടിയിലെ ഝാടോമയും ചടുത്താ ഹെ എന്ന് പറഞ്ഞാൽ കണ്ടിയില എന്ന് പറഞ്ഞാൽ മുള്ളുകളുള്ള കാണ്ട മുള്ളാണല്ലോ. ഝാടം എന്ന് പറഞ്ഞാൽ പുൽക്കൂട്ടങ്ങൾ, ചാട് എന്താണ് മുള്ളുകളൊക്കെ നിറഞ്ഞ കൊച്ചു കുറ്റി കാടുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ വലിഞ്ഞു പിടിച്ച് കയറും. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ണൻ കയറുന്നത്? രാധയ്ക്ക് മാല ഉണ്ടാക്കാനുള്ള പൂക്കളോ അല്ലെങ്കിൽ അതിൽ കോർത്ത് എടുക്കാനുള്ള കരൗന്തേ, രത്തനാരെ കരൗന്തേ എന്ന് പറയുന്നത്. ഈ കരൗന്ത എന്ന് പറയുന്നത് ഒരു കാട്ടുചെടിയാണ്, ഔഷധ ഗുണങ്ങളുള്ള. അതായത് കണ്ടിയിലെ ഝാടിക്ക് ബീച്ച് ഉത്പന്ന ഹോനെ വാല ജോട്ട और एक खट्टा सा फल है, ഒരു കയ്പുള്ള കുഞ്ഞു കായ്കളാണ് ഈ പറയുന്ന എന്താണ് ഈ രത്തനാരെ കരൗന്തേ എന്ന് പറയുന്നത്. ശ്വേത ഹോത്തി ഹെ, ശ്വേത എന്ന് പറഞ്ഞാൽ ശ്വേത നിറം, വെളുത്ത നിറത്തിലുള്ളതാണ്. അപ്പോൾ വെളുത്ത നിറത്തിലുള്ള രത്നാരെ കരൗന്തേ, കരൗന്ത ഈ ഒരു ഫ്രൂട്ടാണത്. രത്നാര എന്നാണ് അതിന് പേര്. അത് ഒരു കാട്ടുചെടി എന്നുള്ളതാണ്. രത്നാര എന്ന് പറയുന്നത് ഒരു തരം കാട്ടുചെടിയാണ്. അപ്പോൾ സേ കരൗന്തേ തോടുകർ, കരൗന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഖട്ടാഫൽ ഹെ, കരൗന്ത ഖട്ടാഫൽ, കയ്പുള്ള അതിൻ്റെ കായകൾ. മെരിലിയെ തും തോടുകർ ലാത്തെ ഹോ, എനിക്ക് വേണ്ടി നീ പറിച്ചു കൊണ്ടുവരും. എന്താണ്? ശ്വേത രത്നാരെ കരൗന്തേ തും മെരിലിയെ ഇക്കട്ടാ കർക്കെ ലാത്തെ ഹോ. എന്താണ് രാധയ്ക്ക് വേണ്ടി കണ്ണൻ കൊണ്ടുവരുന്നത്? കണ്ടിയിലെ ഝാടിയോ സേ छोटा और खट्टा रतनारा फल मेरे लिए तुम तोड़ कर लाते हो. क्यों तोड़ कर लाते हो? क्योंकि രാധക്കോ മാല ഗുന്തന ഹെ, രാധയ്ക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ടാണ് ആ കൊച്ചു കായകൾ പറിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കായകൾ കൊണ്ട് മാല കെട്ടാൻ വേണ്ടിയിട്ടാണ് രാധയ്ക്ക് എന്ത് ചെയ്യുന്നത്? കണ്ണൻ ഇത്രയും കഷ്ടപ്പെട്ട് ആ മുള്ളൊക്കെ ഭേദിച്ചാണ്. അതാണ് രാധ ചിന്തിക്കുന്നത്. ആ മുള്ളൊക്കെ വകവയ്ക്കാതെ ആണ് എനിക്ക് വേണ്ടിയിട്ട് ആ കായകൾ പറിച്ചുകൊണ്ട് വരുന്നത്. ആർ മേരെ അഞ്ചൽമേ ഡാൽ ദിയേ ജാതെ ഹെ, കൊണ്ടുവന്ന് എൻ്റെ അഞ്ചൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഷോളാണ്. ഷോളിൽ അഞ്ചലിൽ ഇട്ട് തരുന്നു. ഈ കായകൾ പറിച്ചു കൊണ്ടുവന്ന് ഉസ്മേൻ ഡാൽ ദേത്തെ ഹെ, അഞ്ചൽമേൻ ഡാൽ ദേത്തെ ഹെ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കണ്ണൻ പോയി ഈ മുള്ളൊന്നും കാര്യമാക്കാതെ കാട്ടിലൊക്കെ കയറി ഇത് പറിച്ചുകൊണ്ട് വരുന്നതല്ലേ. കാട്ടിൽ കയറി ആ കായകൾ പറിച്ചുകൊണ്ട് വരുന്ന കണ്ണൻ. അപ്പോൾ ആ കണ്ണൻ എനിക്ക് ആരാണ്? മേനെ അത്യന്ത സഹജ് പ്രീതി സേ ഗർദൻ ഛട്കാക്കർ വേണി ഝുലാത്തെ ഹുയെ കഹാ ഹേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കാരെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ നമുക്ക് ആളോട് പെട്ടെന്ന് തോന്നുന്ന ആ ഒരു സ്നേഹം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ മടിയിൽ നിറയെ കൊണ്ടുവന്ന് ഈ കായകൾ കൊണ്ടുവന്ന് കണ്ണൻ ഇട്ട് തരുന്ന സമയത്ത് ഞാൻ കണ്ണനെ നോക്കി എന്തു പറയും? അത്യന്ത സഹജ് പ്രീതിസേ, വളരെ സ്നേഹത്തോടെ. സഹജ് പ്രീതിസേ, സഹജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്, അത് അഭിനയമല്ല അല്ലേ. സഹജതാസേ ആതി ഹെ, വളരെ നാച്ചുറലായിട്ട് നൈസർഗികമായിട്ടുണ്ടാകുന്ന പ്രീതി ഹെ, സ്നേഹമാണ്. വളരെ സ്നേഹത്തോടു കൂടി ഗർദൻ ഝട്കാക്കർ, ഗർദൻ എൻ്റെ കഴുത്ത് ഇങ്ങനെ ചരിച്ചുകൊണ്ട്, ഝട്കാന അല്ലേ, എൻ്റെ കഴുത്ത് ചരിച്ച് കണ്ണനെ നോക്കി. വേണി ജുലാത്തെ ഹെ, എൻ്റെ മുടി വേണി എന്ന് പറയുന്നത് ബാലഹെ, രാധയുടെ മുടിയാണ് വേണി എന്ന് പറയുന്നത്. നീ ചുലാന എന്ന് പറഞ്ഞാൽ മുടി ഇങ്ങനെ കറക്കിക്കൊണ്ട്, അപ്പം എൻ്റെ മുടി ഇങ്ങനെ കയ്യിലെടുത്ത് കറക്കിക്കൊണ്ട് കഴുത്ത് ചരിച്ച് കണ്ണനെ നോക്കി ഞാൻ വളരെ സ്നേഹത്തോടു കൂടി കണ്ണനോട് പറയാറുണ്ട്. കനു ഹി മേരാ ഏക്മാത്ര അന്തരംഗ സഖാ ഹെ, കൃഷ്ണ നീയാണ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് ഞാൻ ആ സമയത്ത് കണ്ണനോട് പറയാറുണ്ട്. അപ്പോൾ രാധയ്ക്ക് അത്രയും കഷ്ടപ്പെട്ട് ആ കായകൾ പറിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് രാധ വളരെ സ്നേഹത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ട് കണ്ണനെ നോക്കി. എങ്ങനെയാണ് ആ ഒരു എക്സ്പ്രഷൻ അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സഹജ പ്രീതിസെ, വളരെ സ്നേഹത്തോടെ. ഗർദൻ ഛട്കാക്കർ, എൻ്റെ കഴുത്ത് ഇങ്ങനെ ചരിച്ച് കണ്ണനെ നോക്കി. വേണി ചുലാത്തെ ഹു, എൻ്റെ മുടി കറക്കിക്കൊണ്ട്. കാൻഹാസെ മേ കഹത്തി ഹൂം, ക്യാ കഹത്തി ഹെ രാധ कि हे कृष्ण तू ही मेरा एकमात्र अंतरंग सഖാ ഹെ. ഏക്മാത്ര എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി അല്ലേ, ഒറ്റ എൻ്റെ ഒരേ ഒരു കൂട്ടുകാരനാണ്. അന്തരംഗ സഖാ ഹെ, അന്തരംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻറ്റിമേറ്റ് സഖാ, ഫ്രണ്ടാണ്. എൻ്റെ ഒരേ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് നീയാണ് കണ്ണ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി കണ്ണനോട് പറയാറുണ്ട്. അപ്പോൾ കണ്ണൻ ആരാണ് എന്ന് രാധ അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം രാധ തന്നെ കണ്ടെത്തുകയാണ്. എന്താണ്? കൃഷ്ണ മേരാ ഏക്മാത്ര അന്തരംഗ് മിത്ര ഹെ, കണ്ണൻ എൻ്റെ ഒരേ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് അവൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിന് ഓരോരോ എക്സാമ്പിൾസ് രാധ മനസ്സിൽ കൊണ്ടുവരുന്നു. ആദ്യത്തെ എന്താണ്? ജബ് രാധ
माला गूंदने के लिए बैठती है तो कृष्ण क्या करता है, कंडीले झाड़ियाँ झड़कर उससे झोटा और खट्टा वो करौंदा राधा के लिए तोड़कर लाते हैं और उसके आंचल में उसे डाल दिया करते हैं। तो राधा बहुत अधिक प्रीति से, बहुत खुशी से कृष्ण को गर्दन झटका कर देखती है और बहुत प्यार से अपने बालों को झुलाते हुए कृष्ण से वो कहती है, हे कान्ह, तू ही मेरा एकमात्र अंतरंग सखा है। ഇനി അതൊരു എക്സാമ്പിൾ ആയിട്ട് രാധ ഓർത്തെടുക്കുകയാണ്. കണ്ണനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ളതിന് ഒന്നാമത്തെ ഒരു കാരണം രാധ കണ്ടെത്തിയത് അതാണ്. ഇനി മറ്റൊന്ന്, കണ്ണൻ എൻ്റെ സുഹൃത്താണ് എന്നുള്ളത് ഒരു ഫൈൻഡിങ് ആണ്. അടുത്ത എന്താണ് രാധ കണ്ടെത്തുന്നത് നോക്കുക. മറ്റൊരു എക്സാമ്പിളിലേക്ക് രാധ പോവാണ്. അക്സർ ജബ് തുമ്നെ दावाग्नि में सुलगती डालियों, टूटते वृक्षों, हहराती हुई लपटों और खुटते हुए धुओं के बीच निरुपाय असहाय बावली सी भटकती हुई मुझे साहस पूर्वक अपने दोनों हाथों में फूल की धाली सी सहेज कर उठा लिया और लपटें चीर कर बाहर ले आए तो मैंने आदर, आभार और प्रगाढ़ स्नेह से भरे भरे सुर में कहा है, कान्हा मेरा रक्षक है, मेरा बंधु है, സഹോദര है. അപ്പോൾ അടുത്ത ഒന്നിലേക്ക് പോവാണ് രാധ. അപ്പോൾ ഒന്ന് സുഹൃത്താണെന്ന് അവൾ കണ്ടെത്തി. ഇനി അടുത്ത എന്താണ് അവൾ കണ്ടെത്തുന്നത് നോക്കൂ. അക്സർ ജബ് തുമ്നെ ദാവാഗ്നി, ദാവാഗ്നി എന്ന് പറയുന്നത് ജംഗൽ മേ ലഗ്നെ വാലി ആഗ് ഹെ, കാട്ടുതീയാണ്. ദാവാഗ്നി എന്ന് പറയുന്നത് കാട്ടുതീയാണ്. അതായത് മരങ്ങളൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മരങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുകയും കാട്ടുതീ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ഇവരുടെ ഒരു വിഹാര കേന്ദ്രം, കണ്ണൻ്റെയും രാധയുടെയും പൈക്കളുടെയും ഒക്കെ വിഹാര കേന്ദ്രം പലപ്പോഴും ഈ കാടാണ്. അപ്പോൾ ഈ കാട്ടുതീയൊക്കെ പിടിക്കുന്ന സമയത്ത് രാധയും കണ്ണനും ഈ മൃഗങ്ങളും എല്ലാം പലപ്പോഴും കാട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ ഓർത്തെടുത്ത് രാധ പറയാണ്, അക്സർ, ഒരിക്കലല്ല പലതവണ, അക്സർ കൈ ബാർ ഏസാ ഹുവാ ഹെ, ഒരുപാട് തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? ജബ് തുമ്നെ ദാവാഗ്നിമേം സുലഗ്തി ഡാലിയോം, ദാവാഗ്നിമേം, ദാവാഗ്നി എന്ന് പറഞ്ഞാൽ ജംഗ്ലി ആഗ് ഹെ, കാട്ടുതീ. അപ്പോൾ കാട്ടുതീയിൽ സുലഗ്തി ഡാലിയ, അപ്പം കാട്ടുതീ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൻ്റെ അപ്പുറമാണല്ലോ. എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് നിൽക്കുന്ന മരങ്ങൾ കത്തുകയാണ്. അപ്പോൾ ആ സുലഗ്തി ഡാലിയ, വൃക്ഷങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? സുലഗ്തി ഹെ, തീയിലിങ്ങനെ ആളുകയാണ് ചെയ്യുന്നത്. ഡാലിയ, വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ, ഡാലിയ സുലഗ്തി ഹെ, ആ തീയിൽ നിന്ന് ഇങ്ങനെ വെന്ത് കത്തുന്ന സമയത്ത് ആ ടൂട്ടത്തെ വൃക്ഷവും, വൃക്ഷങ്ങളൊക്കെ പൊട്ടിച്ചെതറും. टूटते हैं, टूट जाते हैं വൃക്ഷം. ഈ തീ പിടിച്ചിട്ട് വൃക്ഷ സാരെ ടൂട്ട് ജാത്തെ ഹെ, വൃക്ഷങ്ങളെല്ലാം പൊട്ടിച്ചെതറുകയാണ് ചെയ്യുക. और हहराती हुई लपटें, ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുന്നതാണ് ഹഹരാന എന്ന് പറയുന്നത്. ഹഹരാത്തി ഹുയി ലപട്ടേം, ലപട്ടേം എന്ന് പറയുന്നത് അതിൻ്റെ നാളങ്ങൾ, തീനാളങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഭയാനകമായ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ और खुटते हुए धुओं के बीच, അതുമാത്രമല്ല ശ്വാസം മുട്ടിക്കുന്ന ധുവാം ഭി ഹോത്തെ ഹെ, പുക. ഇത്രയും മരങ്ങൾക്ക് തീ പിടിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടുന്ന പുകയാണ് അവിടെ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള, അത്രയും ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിൽ അക്സർ, അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് പറയൂ. जंगल में जब आग लग जाती है तो वृक्षों की डालियाँ सुलग जाती है आग के कारण और वृक्ष टूट जाते हैं, लपटें हहराती है, चारों ओर धुआं फैल जाते हैं और राधा को घुटन महसूस होती है. രാധയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടും. രാധയ്ക്കെന്നല്ല, ആർക്കും ശ്വാസം മുട്ടും ആ ഒരു പുകയിൽ അവിടെ നിൽക്കുന്ന സമയത്ത്. ആ സമയത്ത് മേ യാനി രാധ നിരുപായ അസഹായ ബാവലി സി ഭട്ടക്തി ഹൂം, ഞാൻ അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുക? നിരുപായ ഹോക്കർ, ഉപായക്കെ ബിന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗമില്ലാതെ, നിരുപായ കിസി ഭി ഉപായക്കെ ബിന വഹാ സെ കേസെ ബച്ചനാ ഹെ യേ ജാനെ ബിന, അസഹായ ഹോക്കർ, അസഹായ ഹെ, ഞാൻ ആ സമയത്ത് വളരെ ഹെൽപ്ലെസ് ആണ്, അസഹായ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ. ബാവലി സി, ഒരു ഭ്രാന്തിയെപ്പോലെ, ബാവലി ഹോക്കർ, ഭ്രാന്തിയെപ്പോലെ, ഭട്ടക്തി ഹൂ, ഞാൻ അവിടേക്ക് അലയും, രക്ഷപ്പെടാനുള്ള വഴി തേടി, അവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടാം എന്ന് ചിന്തിച്ച് അവിടെയൊക്കെ ഭടക്തി രഹത്തിയും ഓടി നടക്കും, എങ്ങനെ രക്ഷപ്പെടും എന്ന് വെച്ചിട്ട് ഞാൻ നിരുപായ ഹോക്കർ, അസഹായ ഹോക്കർ, ബാവലിക്ക് സമാൻ, ബാവലി സി മാനെ ബാവലിക്ക് സമാൻ, ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ അവിടേക്ക് ഭടക്തി രഹത്തിയും ഓടി നടക്കും. എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക? തീയും പുകയും ഒക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. മേ കേസെ ബച്ചാവുങ്കി, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നോർത്ത് ഞാൻ പേടിച്ച്
ശ്വാസം മുട്ടി അവിടെയൊക്കെ ഓടുന്ന സമയത്ത് കണ്ണൻ എന്തു ചെയ്യും? മുझे സാഹസപൂർവക് അപ്നെ ദോനോ ഹാഥോ മേ ഫൂൽ കി ധാലി സി സഹേജ് കർ ഉഠാ ലിയാ. കണ്ണൻ എന്താ ചെയ്യുന്നത്? എന്നെ സാഹസപൂർവക്, സാഹസ് കെ സാത്ത്, ധീരജ് കെ സാത്ത്, വളരെ ധൈര്യത്തോടു കൂടി വന്ന് മുझे अपने दोनों हाथों में ले लेती है. രണ്ട് കൈകളും കൊണ്ട് എന്നെ കോരിയെടുക്കും. മുझे अपने दोनों हाथों में സഹേജ് കർ, വളരെ സഹേജന വളരെ കെയർ ചെയ്ത്, സഹേജന അതാണ്, വളരെ കെയർ ചെയ്ത് മുझे ഉഠാ ലിയാ, എന്നെ കൈകളിലേക്ക് എടുക്കും. എങ്ങനെയാണ്? ഫൂൽ കി ധാലി സി, ഒരു പൂക്കളുടെ താലം പോലെയാണ് ആ സമയത്ത് കണ്ണൻ എന്നെ എടുക്കുന്നത്. വളരെ കെയർ ചെയ്താണ്, ഒരു പൂക്കൾ നിറച്ച താലം പോലെ. അപ്പോൾ ആ വെയ്റ്റ്ലെസ് ആയ ഒരവസ്ഥയാണ്. പൂക്കൾ എന്ന് പറയുമ്പോൾ അത്രയല്ലേ ഉള്ളൂ. മാത്രമല്ല വളരെ കെയർ ചെയ്താണ് നമ്മളത് എടുക്കുക, അല്ലേ? പൂക്കളാണല്ലോ. അപ്പോൾ വളരെ കെയർ ചെയ്ത് ഫൂൽ കി ധാലി സി, ഒരു പൂത്താലം എടുക്കുന്നത് പോലെ മുझे സഹേജ് കർ തും ഉഠാ ലേത്തെ ഹോ, എന്നെ വളരെ കെയർ ചെയ്താണ് നീ എന്നെ കൈകളിലേക്ക് കോരിയെടുക്കുന്നത്. ആർ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ കണ്ണനും രാധയും തീയിലാണല്ലോ. അപ്പോൾ അവിടുന്ന് രണ്ടുപേർക്കും രക്ഷപ്പെടണം. എന്നിട്ട് കണ്ണൻ എന്ത് ചെയ്യും? ലപട്ടയും ചീർക്കർ, ആ തീനാളങ്ങളെയൊക്കെ, ചീർനാമനെ ഭേദിക്കുക, ആ തീനാളങ്ങളെയൊക്കെ ഭേദിച്ച് ബാഹർലയായെ, എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കൈകളിലും എന്നെ ഒരു പൂത്താലം കോരിയെടുക്കും പോലെ അത്രയും സൂക്ഷിച്ച് എന്നെ കോരിയെടുത്ത് ആ തീനാളത്തിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ലപട്ടയും ചീർക്കർ ബാഹർലയായെ, അങ്ങനെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ എനിക്ക് കണ്ണനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്, അപ്പോൾ അവിടെ ഒരു ആരുടെ വേഷത്തിലാണ് കണ്ണൻ? ഒരു രക്ഷകനാണ്, ഒരു പ്രൊട്ടക്ടറാണ്, അല്ലെ ഒരു ബോഡി ഗാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു കണ്ണൻ കൊടുക്കുന്ന ആ ഒരു കെയർ ആണ് അവിടെ രാധയ്ക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ കെയർ കിട്ടുമ്പോൾ കണ്ണനെക്കുറിച്ച് രാധയ്ക്ക് ആരായിട്ടാണ് തോന്നുന്നത് നോക്കാം. मैंने आदर, आभार और प्रगाढ़ स्नेह से भरे भरे सुर में कहा है. അങ്ങനെ എന്നെ രക്ഷിച്ച് കോരിയെടുത്ത് പുറത്ത് കൊണ്ടുവരുന്ന സമയത്തെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ആദർ കെ സാത്ത്, വളരെ ആദരവോട് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ആഭാർ കെ സാത്ത്, ആഭാർ മനെ നന്ദിയാണ്, വളരെ താങ്ക്ഫുള്ളായിട്ട്, വളരെ നന്ദിയോടുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രഗാഢ സ്നേഹിസേ, ആഴത്തിലുള്ള സ്നേഹത്തോടെ, അല്ലേ? വളരെ ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ വാക്കുകളാൽ, നന്ദി നിറഞ്ഞ വാക്കുകളാൽ, ആദരവോടുകൂടി ഉസ് വക്ത് മേനെ കാൻഹസെ കഹാ ഹെ, ആ സമയത്ത് ഞാൻ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ബഹുമാനപൂർവ്വം, സ്നേഹപൂർവ്വം, നന്ദിയോടെ ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. കാൻഹാ മേരാ രക്ഷക് ഹേ, കണ്ണൻ എൻ്റെ രക്ഷകനാണ്. മേരാ ബന്ധു ഹേ, എൻ്റെ ബന്ധുവാണ്. ബന്ധു എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന ആരും നമ്മുടെ ബന്ധുവാണ്, അല്ലേ? നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആരും നമ്മുടെ ബന്ധുവാണ്. അപ്പോൾ മേരാ ബന്ധു ഹേ, മേരാ സഹോദര ഹേ. സഹോദർ എന്നുള്ളതിന് അവിടെ ഒരു ബ്രദറിൻ്റെ കെയർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സഹോദരൻ്റെ കെയറിങ് ആണ് അവിടെ രാധയ്ക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ രാധയ്ക്ക് കണ്ണനോട് തോന്നിയിട്ടുള്ള ആ ഒരു വികാരം അതാണ്. എന്താണ്? ഒരു രക്ഷകനോട്, അല്ലെങ്കിൽ ഒരു ബന്ധുവിനോട്, അതായത് ഒരു റിലേറ്റീവിനോട്, അല്ലെങ്കിൽ ഒരു സഹോദരൻ, ഒരു ബ്രദറിനോടൊക്കെ തോന്നുന്ന ആ ഒരു ബഹുമാനം, നന്ദി, അല്ലെങ്കിൽ ആ വളരെ ആഴത്തിലുള്ള സ്നേഹം. കാരണം അത്രയും കെയർ ചെയ്താണ് രാധയെ ആ ആപത്തിൽ നിന്ന് കണ്ണൻ ആ സമയത്ത് രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം രാധ കണ്ടെത്തിയ നിഗമനം എന്തായിരുന്നു? കൃഷ്ണ മേര ഏക്മാത്ര അന്തരംഗ സഖാഹേ, അല്ലേ? മാല കോർക്കാനുള്ള സഹായം കിട്ടിയ സമയത്ത് സുഹൃത്തിനെ പോലെയാണ് തോന്നിയതെങ്കിൽ ഇപ്പോൾ ഈ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന സമയത്ത് രാധയ്ക്ക് തോന്നിയത് കണ്ണൻ മേരാ രക്ഷക് ഹേ, മേരാ ബന്ധു ഹേ, മേരാ സഹോദര ഹേ എന്നാണ്. അപ്പോൾ എന്താണ് ആ സിറ്റുവേഷൻ? जब जंगल में आग लगती है तो वृक्ष टूट जाते हैं, लपटें लहराती है, डालियाँ सुलग जाती है और धुओं के कारण घुटन लगती है. उस समय राधा पुकारती है, निरुपाय, असहाय और बावली के समान राधा मदद के लिए फटकती हुई पुकारती है कि बचाओ. हाँ, ऐसे करती हुई वो पुकारती है. तो उस वक्त साहस पूर्वक, धीरज के साथ कृष्ण आता है और अपने दोनों हाथों में राधा को सहेज कर उस आग से बचाकर बाहर ले आती है, जैसे वो एक भूल की ढाली हो. उसे बचाती है. उस समय राधा को ऐसा लगता है कि कृष्ण मेरा रक्षक है, बंधु है और सहोदर है. कृष्ण मेरा
रक्षक बंधु और सहोदर है और वो कृष्ण से वो कहती भी है, बहुत आदर आभार और प्रगाढ़ स्नेह के साथ वो कृष्ण से कहती है कि हे कृष्ण तुम मेरे रक्षक हो, बंधु हो और सहोदर हो. അടുത്ത വരികളിലേക്ക് പോയാൽ अक्सर जब तुमने वंशी बजाकर मुझे बुलाया है और मैं मोहित मृगी सी भागती चली आई हूँ और तुमने मुझे अपने बाहों में कस लिया है तो मैंने डूब कर कहा है कनु मेरा लक्ष्य है, मेरा आराध्य, मेरा गंतव्य. ഇനി അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോവാണ്. അക്സർ ജബ് തുമ്നെ വംശി ബജാക്കർ മുझे ബുലായ ഹെ. അപ്പോൾ കണ്ണൻ രാധയെ സ്ഥിരമായി വിളിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, വംശി ബജാക്കർ, വേണു ഊതിക്കൊണ്ട്, വംശി വേണു. അപ്പോൾ വേണു ഊതിക്കൊണ്ട് അക്സർ എപ്പോഴും തും മുझे ബുലാത്തെ ഹോ, നീ എന്നെ വിളിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്? മോഹിത് ഹോക്കർ, നിൻ്റെ ആ വേണുനാദത്തിൽ എന്താണ് മോഹിത് ഹോക്കർ, അതിൽ ആകൃഷ്ടയായി. एक मृगी सी, മൃഗി എന്ന് പറയുന്നത് മാനിനെയാണ്, ഹിരണി, ഹിരണിക്ക് സമാൻ ഭാഗത്തി ഹുയി. അപ്പോൾ മാൻ ഓടി വരുന്ന ഒരു രംഗം അറിയാലോ, മാൻ എങ്ങനെയാണ് കുതിച്ച് കുതിച്ച് ഓടി വരിക എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒരു മാൻപേടയെ പോലെ മൃഗീസി, മൃഗി എന്ന് മൃഗ് പുല്ലിംഗാണ്, മൃഗി സ്ത്രീലിംഗാണ്. അപ്പോൾ ഒരു പെൺമാനിനെ പോലെ, പെൺമാനിനെ പോലെ ഭാഗത്തി ഹുയി മേ തുമാരെ പാസ് ചലി ആती हूँ, एक हिरणी के समान. जब तुमने वंशी बजाकर मुझे तुम्हारे पास आने के लिए बुलाते हो तो मैं भाग कर आती हूँ जैसे एक हिरणी हो. ഒരു മാനിനെ പോലെ, പെൺമാനിനെ പോലെ ഓടി നിൻ്റെ അടുത്തേക്ക് ഞാൻ വരാറുണ്ട്. और तुमने मुझे अपने बाहों में कस लिया है. അങ്ങനെ ഓടി വരുന്ന സമയത്ത് കണ്ണൻ രാധയെ എന്ത് ചെയ്യും? अपने बाहों में कस लेते हैं. രാധയെ സ്വന്തം കൈകളിൽ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ രാധയെ ആലിംഗനം ചെയ്യും. തും അപ്നി ബാഹോ മേ മുझे കസ് ലിയ ഹെ, നിൻ്റെ കൈകൾ കൊണ്ട് എന്നെ നീ ചേർത്ത് പിടിക്കും. ബാഹോ മേ കസ് ലിയ ഹെ, നിൻ്റെ കൈകളാൽ എന്നെ ചേർത്ത് പിടിക്കും. തോ മേനെ ഡൂബ് കർ കഹാ ഹെ. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഉന്മത്താവസ്ഥയിൽ, ആ പ്രണയം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഡൂബ് കർ, ആ പ്രണയത്തിൽ മുങ്ങിക്കൊണ്ട്, ഡൂബിന മുങ്ങുക, അപ്പോൾ ആ പ്രണയത്തിൽ മുങ്ങിക്കൊണ്ട് ആ സമയത്ത് ഞാൻ പറയാറുണ്ട്, കനു മേരാ ലക്ഷ്യ ഹെ, മേരാ ആരാധ്യ ഹെ, മേരാ ഗന്തവ്യ ഹെ. കൃഷ്ണൻ എൻ്റെ ലക്ഷ്യമാണ്. ആ സമയത്ത് രാധ പറയുന്നത് എന്താണ്? കൃഷ്ണൻ എൻ്റെ ലക്ഷ്യമാണ്. മേരാ ആരാധ്യ ഹെ, എൻ്റെ ആരാധ്യ പുരുഷനാണ്. മേരാ ഗന്തവ്യ ഹെ, ഗന്തവ്യ എന്ന വാക്കും അതാണ്. ജഹാം ഹമാര ഗമൻ ഹോനാ ഹെ, എവിടെയാണോ നമ്മുടെ യാത്ര എത്തിച്ചേരേണ്ടത്, അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എത്തിച്ചേരേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആകേണ്ട ആ ഒരു സ്പോട്ട്, അതാണ് ഗന്തവ്യ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ട ആ ഒരു സ്ഥലം, അതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ രാധയെ സംബന്ധിച്ച്, രാധ എന്താ പറയുക, ഒരു മനുഷ്യ സ്ത്രീയാണ് അല്ലേ. അപ്പോൾ അവളെ സംബന്ധിച്ച് അവളുടെ ആധ്യാത്മികമായ അവളുടെ ജീവിതം കൂടി കംപ്ലീറ്റ് ആകുന്നത് കണ്ണനിലാണ്. അതായത് അവളുടെ പരമാത്മാവിലേക്കുള്ള അവളുടെ യാത്രയുടെ അവസാനവും കണ്ണനാണ്. അപ്പോൾ അവളുടെ ആ മാർഗം എന്ന് പറയുന്നത്, അവളുടെ ആധ്യാത്മിക സത്തയുടെ ആ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പോൾ ഒരു ജീവാത്മാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യാത്മാവ് എന്ന നിലയിൽ രാധയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ അലൗകികമായ ആധ്യാത്മിക സ്വത്വത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. അത് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യസ്ഥാനവും ഇതാണ്, എൻ്റെ മാർഗവും എൻ്റെ ലക്ഷ്യവും എല്ലാം ഇതാണ്, ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് രാധ പറയുന്നത് എപ്പോഴാണ്? കണ്ണൻ്റെ കൈകളിൽ, അല്ലെങ്കിൽ കൈകളാൽ കെട്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ കണ്ണൻ അവളെ ആലിംഗനം ചെയ്ത് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആ അവസ്ഥയിലാണ് അവൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ജബ് കൃഷ്ണ വംശി ബജാക്കർ രാധാ കോ പ്രേംപൂർവക് ബുലാता है तो राधा एक हिरणी के समान भागकर कृष्ण के पास आ जाती है. तो राधा को देखते ही कृष्ण उसे अपने बाहों में भर लेता है, उसे आलिंगन कर लेता है. तो राधा कृष्ण से तब कहती है कि हे कान्ह, तू मेरा लक्ष्य है, मेरा आराध्य है, मेरा गंतव्य है. गंतव्य माने जहाँ मुझे पहुँच जाना है वही स्थान है, അതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ രാധയ്ക്ക് തോന്നുന്നത് കൃഷ്ണൻ എൻ്റെ ലക്ഷ്യം, എൻ്റെ ആരാധ്യ പുരുഷൻ, എൻ്റെ ഗന്തവ്യം എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യം രാധ പറഞ്ഞു കൃഷ്ണ മേരാ അന്തരംഗ് മിത്ര ഹേ. ഇവിടെ രണ്ടാമത് രാധ പറയുന്നത്, കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്ന സമയത്ത് രാധ പറയുന്നത് കൃഷ്ണൻ എൻ്റെ രക്ഷകനും ബന്ധുവും സഹോദരനുമാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, എൻ്റെ ആരാധ്യ പുരുഷനിലേക്കുള്ള ആ എത്തിച്ചേരൽ,
അതാണ് എനിക്ക് കണ്ണൻ. അപ്പോൾ മേരാ ലക്ഷ്യ ഹേ, മേരാ ആരാധ്യ ഹേ, മേരാ ഗന്തവ്യ ഹേ എന്ന് രാധ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ ഇൻസിഡൻറ്റുകളിലേക്കാണ് അടുത്തുള്ള ഭാഗങ്ങൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ നിർത്താം.